യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതുപിന്നെ നീ പറഞ്ഞ പോലെ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാത്ത ഭാനു എങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നു? അപ്പൊ ഭാനു ഒന്ന് ആത്മഹത്യ ശ്രമിച്ചതിന്റെ പിന്നെ മറ്റെന്താണ് കാരണം? അണ്ണാ ഇനി എന്തെങ്കിലും ആവട്ടെ, അണ്ണൻ വിട്ടേക്ക്. ഇല്ല രമേശ, ഇതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. നീ വന്നേ. അതേരി, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പോലും പാഴാക്കിയില്ല. അത്രയ്ക്ക് പ്രിപ്പയർഡായിട്ടാ ഞാൻ എക്സാം എഴുതിയത്. ചുരുക്കി പറഞ്ഞാൽ പഠിച്ചുകൊണ്ട് പോയൊന്നും വേസ്റ്റ് ആയില്ല. എടി, ഞാൻ പിന്നെ വിളിക്കാം. സേതുട്ടാ, കേക്ക് മേടിച്ചില്ലേ? എന്താ സേതുട്ടാ മുഖമല്ലാതിരിക്കുന്നു? ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് നീ സത്യം മാത്രം വേണം പറയാൻ. നീറ്റ് എക്സാം നല്ലപോലെ എഴുതാൻ പറ്റാത്തോണ്ടല്ലേ നീ ആത്മഹത്യ ശ്രമിച്ചത്? പറയാൻ. പിന്നെ നിന്റെ പേരെങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നത്? നീ പറയടി, പിന്നെ എങ്ങനെ റാങ്ക് ലിസ്റ്റ് പേര് വന്നു? എന്താ ചെയ്തോട്ടെ ഇത്? നീ മിണ്ടരുത്. എന്താ വരൂ, ഞാൻ ചോദിച്ചിട്ടില്ലേ? അപ്പോ നീ ആത്മഹത്യ പോയതിന്റെ കാരണം മറ്റൊന്നാണ്. ഭാനു, എന്റെ സ്വഭാവം മാറും. നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. സേതുട്ടാ, നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാൻ തന്നെ തെളിയിച്ചോളാം. ആരും ഇതിൽ ഇടപെടണ്ട. അമ്മേ, ഇവള് നമ്മളിൽ നിന്നെല്ലാം എന്തോ മറയ്ക്കുന്നുണ്ട്. സേതുട്ടാ, ഞാൻ ഭാവന, നിന്നോടാ ഞാൻ പറഞ്ഞൊന്നും മിണ്ടായിരിക്കാൻ. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ആത്മഹത്യ ശ്രമിച്ചത് അതൊരിക്കലും ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ആയിരിക്കത്തില്ല. അതുകൊണ്ട് മര്യാദക്ക് നീ പറഞ്ഞോ, എന്താ നിനക്ക് പറ്റിയത്? എന്താണ് നിനക്ക് പറയാ മടി? സേതുട്ടാ, പറ ഭാനു. അതോ നീ ഇനി വല്ലവന്റെ കൂടെ? സേതുട്ടാ, കൂടപ്പറപ്പിനോട് ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടേ? പിന്നെ നമ്മളിൽ നിന്നെല്ലാം എന്തോ കാര്യമായിട്ട് ഒളിപ്പിക്കുന്നുണ്ട്. അതെന്താന്ന് പറയാതെ ഇവിടെ ഞാൻ വെറുതെ വിടത്തില്ല. സേതുട്ടാ, എന്താ ഇത്? സോറി സൂര്യ. ഇതിനുള്ള മറുപടി എനിക്കിപ്പോ കിട്ടിയേ പറ്റൂ. സേതുട്ടാ, അണ്ണാ നല്ലൊരു ദിവസോട്ട് വേണ്ട അണ്ണാ. ഇവിടെ ആരും ആരുടെയും വക്കാലത്ത് പിടിക്കാൻ വരണ്ട. മര്യാദക്ക് എന്റെ സ്വഭാവം മാറ്റാതെ പറഞ്ഞു. എന്തിനാണ് ആത്മഹത്യ ശ്രമിച്ചതെന്ന് പറയാൻ നിന്നെ ഞാൻ വിടത്തില്ല. സേതുട്ടാ, നീ പറയുന്നോ ഭാനു, നീ എന്നെ തല്ലി പിടിക്കുന്നോ? എന്തിനാ ഭാനുവിനെ ഇങ്ങനെ തല്ലുന്നേ? ഭാനു എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇവളെ പഠിപ്പിച്ചതെന്നറിയോ? പക്ഷെ ഇവള് കാണിച്ചോ എന്തോ വലിയ തെറ്റ് കാണിച്ചിട്ട് മറച്ചുകൊണ്ടിരിക്കുക. സേതുട്ടാ, എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വന്ന ഇവളെ ഒന്ന് അഭിനന്ദിക്കാതെ എന്തിനെങ്ങനെ സംശയിക്കുന്നേ? ഇവളെ മാത്രമല്ല, എനിക്കിപ്പോ നിന്നെ നല്ല സംശയമുണ്ട്. സേതുട്ടാ, എനിക്ക് മനസ്സിലായില്ല, എന്നെ എന്തിനാ സംശയിക്കുന്നേ? നീയല്ലേ പറഞ്ഞത് ഇവക്ക് നല്ലൊരു എക്സാം എഴുതാൻ കഴിയാത്തോണ്ട് ആത്മഹത്യ ശ്രമിച്ചതെന്ന്? എന്താ നിനക്ക് മറുപടി ഇല്ലേ? ഭാമയുടെ കാര്യത്തിൽ തന്നെ നീയല്ലേ അവക്കൊപ്പം ഞാൻ കയറി സംസാരിച്ചത്? അതുപോലെ ഇത് ഞാൻ വെറുതെ വിടത്തില്ല. മര്യാദയ്ക്ക് എന്താ നടന്നെന്ന് പറ. സൂര്യ, ഇവളെന്തോ കാര്യമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവക്കും അറിയാം. വെറുതെ എന്റെ സ്വഭാവം മാറ്റാൻ സത്യം പറ. പറ ഭാനു, നീ ആരെങ്കിലും പ്രണയിച്ചോ? അതോ നീ ഇനിയും ഭാമയെ പോലെ സേതുട്ടാ
സേതുട്ടേത് പിന്നെ എന്തൊക്കെയാ ഒരു അനിയത്തിയോട് പരസ്യമായിട്ട് ചോദിക്കുന്നേ? വലിയൊരു ചതിയിൽ നിന്ന് ഇവള് രക്ഷപ്പെട്ടതല്ലാതെ ഇവക്കൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാൻ ഇവൾ അനുവദിച്ചില്ല, അതാണ് സത്യം. ഇതുവരെ ആരോടും പറയാതിരുന്നത് തന്നെയാ. പക്ഷേ ഇവളെ സേതുവേട്ടൻ ഇത്രത്തോളം സംശയിച്ച സ്ഥിതിക്ക് ഇനി പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. മോളെ വേണ്ട. വേണോ അമ്മേ? ഇനിയിപ്പൊ ഇവരെ ഒളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഭാനുവിനെ സേതുവേട്ടൻ സംശയിച്ച സ്ഥിതിക്ക് ഇനി ഇക്കാര്യം മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല അമ്മേ. സേതുവേട്ടൻ എന്താ അറിയേണ്ടത്? ഭാനു എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നല്ലേ? പറയാം. സൂര്യയുടെ അങ്കിളുടെ മകൻ ധ്രുവനെ കാണാനില്ലാത്തത് എല്ലാവർക്കും അറിയാലോ. എന്ന് അവൻ കാണാതായതല്ല, അവൻ കൊല്ലപ്പെട്ടതാ. അതും ഇവളുടെ കൺമുമ്പിൽ വെച്ച്. ഇനി അവൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? മണ്ഡപത്തിൽ വെച്ച് ധ്രുവൻ ഭാനുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഭാനു അവന് സേതുട്ടാ, ഏട്ടാ ഒരിക്കലും ധ്രുവനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ല ഭാനുവിനെ പിടിച്ച് തള്ളിയത്. പക്ഷെ സംഭവിച്ചു പോയി. അവന്റെ തലവിധി അതായിരുന്നു. എത്ര നാളെ ഈ വിവരം ഒളിച്ചു വെക്കൂന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഏട്ടാ, സൂര്യയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം മാനാഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഭാനു അവനോട് മാക്സിമം പൊരുതി നോക്കി. ഒടുവിൽ ഇവള് തന്നെ വിജയിച്ചു. എന്റെ മുന്നിൽ ഇപ്പോഴും എന്റെ അനിയത്തി തന്നെയാണ് ശരി. അവനെ പോലെ മനുഷ്യരൂപമുള്ള മൃഗങ്ങളുടെ ജീവനേക്കാളും എത്രയോ വലുത് തന്നെയാ ഒരു പെണ്ണിന്റെ മാനം. സേതുട്ടാ, ഇനി പറ സേതുട്ടാ, നമ്മുടെ ഭാനു ചെയ്തത് ശരിയാണോ തെറ്റാണോ? അല്ല മോളെ, എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ കുടുംബത്തിന്റെ മാത്രമല്ല, സ്ത്രീ സമൂഹത്തിന് തന്നെ അഭിമാനമാണ് മോളെ. എന്നോട് വിവരം പറഞ്ഞിരുന്നു. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് തോന്നി ഭാനു ചെയ്തതാ ശരിയെന്ന്. അന്ന് ഇവളങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ ഭാനുവിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഭാനു ഇന്ന് ഈ ഭൂമിയിലെ കാണില്ലായിരുന്നു. അത് വേറെ ആരുമല്ല ഭാവന, ഞാൻ തന്നെ. നമ്മൾ സംസാരിച്ചതിന് ശേഷം താൻ പോയില്ലേ?
ആ സമയത്ത് ഞാൻ എസ്ഐ കണ്ടിരുന്നു. അങ്ങനെയാ ഞാൻ അയാൾക്ക് പിന്നാലെ പോയി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. ഭാവന, ഞാനൊന്നും ചോദിച്ചോട്ടെ? എന്താ? താനല്ലേ പറഞ്ഞത് ധ്രുവനെ ഇവിടെയാണ് കുഴിച്ചിട്ടതെന്ന്? അതെ. പിന്നെ ആ ബോഡി എവിടെ പോയി? ആ എസ്സിയുടെ കയ്യിൽ ഭാനുവിന്റെ മാല കിട്ടിയതിനു ശേഷം ഏത് നിമിഷവും ഞങ്ങൾ പിടിക്കപ്പെടുമെന്ന് തന്നെ കരുതി. അങ്ങനെയാണെങ്കിൽ ഒരു മുൻകരുതൽ നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാ ധ്രുവന്റെ ബോഡി ഇവിടെ നിന്നെടുത്ത് മാറ്റണമെന്ന് തോന്നിയത്. ആ ബോഡി അന്ന് തന്നെ ഞാൻ ഇവിടുന്ന് മാറ്റുകയും ചെയ്തു. സൂര്യയോട് ഞാനത് പറയാത്തതാ. എത്രയായാലും ധ്രുവൻ സൂര്യക്ക് അന്യനല്ലല്ലോ. വീണ്ടും വീണ്ടും അവന്റെ കാര്യം ഞാൻ പറയണ്ടെന്ന് കരുതി. സോറി. എനിക്കറിയാം ധ്രുവന്റെ കാര്യത്തിൽ സൂര്യക്ക് വിഷമം കാണുമെന്ന്. എന്റെ മുമ്പിൽ നീ അത് കാണിക്കാത്തതാ. ശരിയല്ല? എന്നോട് ക്ഷമിക്കൂ സൂര്യ. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ പോലും ചിന്തിക്കാതെയാ ഓരോന്നും ഞാൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ശിക്ഷിക്കപ്പെടേണ്ടവൾ ഭാനുവല്ല, ഞാനാ. ഭാവന, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ധ്രുവൻ എന്റെ അങ്കിളിന്റെ മകനാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ഞാനോ അച്ഛനോ അമ്മയോ അവനെ അംഗീകരിച്ചിട്ടില്ല. അത്രയ്ക്ക് നീചമായ ജന്മമാണ് അവൻ്റേത്. ഭാനു അറിയാതെയാണ് സംഭവിച്ചെങ്കിലും അവനത് നേരത്തെ സംഭവിക്കേണ്ടായിരുന്നു എന്ന് ഞാൻ പറയൂ. ഇതോടെ ധ്രുവന്റെ വിഷയം തന്നെ താൻ മറക്കണം. അവന്റെ വിധി അവൻ തന്നെ ചോദിച്ചു വാങ്ങി, അത്രേ ഉള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് വിട്ടേക്കാം. അങ്കിളിനെ ആന്റിയെ ഞാൻ നോക്കിക്കോളാം. അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സൂര്യ, നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഞാനും ഭാനു ഇപ്പോ ജയിലടിക്കുള്ളിലായിരുന്നേനെ. അവിടെ ശരിയേത് തെറ്റേതെന്ന് പോലും ആരും നോക്കില്ല. എന്നിൽ നിന്നും ഇത്രയും വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടും ഒരല്പം പോലും എന്നെ വെറുക്കാൻ നിനക്ക് തോന്നില്ലേ സൂര്യ? എന്താ ഭാവന ഇത്? ഇത്രയും വർഷം ഒരു നിധി പോലെ നിന്നെ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ട് ഒരു നീചന് വേണ്ടി ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തണോ? ഇല്ല ഭാവന, എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും ആവില്ല. സൂര്യ, ഞാനൊന്ന് ചോദിച്ചാ നീ സത്യം പറയോ? ആദ്യം ചോദിക്ക്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തവളാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരല്പം പോലും നിനക്ക് എന്നോട് വെറുപ്പ് തോന്നില്ലേ? ഈ ചോദ്യം ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. താനിപ്പോഴാ ചോദിച്ചത്. ഭാവന, നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനുമില്ല. അതാദ്യം നീ മനസ്സിലാക്കുക. ഒന്നിനു വേണ്ടിയും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പണ്ടേ ഞാൻ തീരുമാനിച്ചത്. അതൊരിക്കലും മാറാനും പോകുന്നില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അടുത്ത എന്താ വേണ്ടതെന്ന് ആലോചിക്കുക. ഭാനുവിന് ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണെന്ന് നോക്കിയിട്ട് അതെന്നോട് പറ. ഇനിയെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്കുന്ന എന്നെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവളെ. ഞാനും അറിയട്ടെ നിന്റെ പ്രണയത്തിന്റെ പവർ എന്താണെന്ന്. ഈശ്വര, ചിരിച്ചു കണ്ടല്ലോ, അത് മതി. ഇനി ഇവിടെ നിന്നത് മതി, നമുക്ക് പോയാലോ? എന്നാ കേറ്. ഞാൻ എന്റെ വണ്ടി വരാം. ആ. എന്തുപറ്റി? പെട്ടെന്ന് ഓഫായി പോയി.
സ്റ്റാർട്ടാവുന്നില്ല. കംപ്ലൈന്റ് ഞാനൊരു മെക്കാനിക്കിനെ വിളിച്ച് പറയാം. എന്താന്ന് നോക്കിയിട്ട് ശരിയാക്കി എത്തിച്ചോളൂ. താൻ വണ്ടി കയറി. സൂര്യ, നല്ലൊരു പാട്ട് പ്ലേ ചെയ്യും. പിന്നെന്താ? ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി ഭാവനയുടെ വണ്ടിക്ക് പണി കൊടുത്ത ദൈവത്തിന് 1000 നന്ദി. കാൽപ്പാടു തേടി അലഞ്ഞോ ഞാൻ. ആരാരും ഭാവന, മനസ്സിൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്ക് ദേഷ്യം വരും? ആദ്യം ചോദിക്ക, പിന്നെ പറയാൻ ദേഷ്യം വരുമോ ഇല്ലയോ എന്ന്. നമ്മുടെ കല്യാണത്തിന് 4 വർഷം കാത്തിരിക്കണമെന്ന് പറയുന്നത് അതൊരു നീണ്ട കാലയളവല്ലേ? എനിക്ക് വേണ്ടി കാലയളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ? കാത്തിരിക്കാൻ വയ്യാത്തോണ്ട. ആണോ? എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. എന്താ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാളെ നടന്നാ പിന്നെന്തിനാ താമസിക്കുന്ന? മറ്റന്നാൾ നമ്മുടെ കല്യാണം നടത്താം. പിന്നെന്നും നിന്റെ ഭാര്യയായി ഇതുപോലെ മുൻ സീറ്റിൽ തന്നെ ഞാനുണ്ടാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ നടക്കണമെങ്കിൽ 4 വർഷം കാത്തിരുന്നേ പറ്റൂ. ശരിക്കും 4 വർഷം പോരാത്തതാ. എങ്കിലും 4 വർഷം ആവുമ്പോ ഭാനു ഏറെക്കുറെ സേഫ് ആവും. പിന്നെ പേടിക്കാനില്ലല്ലോ. ആ, 4എങ്കിൽ 4. ഈശ്വര, ഈ 4 വർഷം 4 മാസം പോലെ ഒന്ന് ഓടിച്ചു തരണേ. സൂര്യ, വെള്ളം ഇരിപ്പുണ്ടോ? പിന്നെന്താ? അയ്യോ, വെള്ളം തീർന്നുപോയി. നമുക്കൊരു കരി കുടിച്ചാലോ? ഒരു കരിക്ക്. സൂര്യക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. എന്താ, നിനക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടല്ലേ? ഇഷ്ടമാണ്, പക്ഷേ. എന്തോ ഒരു പക്ഷേ? അതൊക്കെ ഉണ്ട്, പറയാം. ഒരു സ്ട്രോയും കൂടി. വാ. ദാ. അല്ല, എന്താ സാറിന്റെ ഐഡിയ? സിമ്പിൾ. എനിക്ക് തീരെ ദാഹമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ കരിക്ക് ഷെയർ ചെയ്യാം. ഓ, അതിനായിരിക്കും 2 സ്ട്രോ. ശരിക്കും ഒരു സ്ട്രോയാ നല്ലത്. ഈ സ്ട്രോയും കളഞ്ഞിട്ടെ. അയ്യാടാ, അങ്ങനെ ഇപ്പൊ വേണ്ട. തനിക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട, താൻ കുടിക്കും. ഞാൻ ഒറ്റയ്ക്കാം. മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയാ, ചിന്നും പൂമഴയോ നിൻമൊഴിയോ, ചെല്ലക്കാറ്റല നീ പൊന്നില്ലിക്കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയാ, അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും. അയ്യോ, എന്ത് പറ്റി സൂര്യ? കൈ മുറിഞ്ഞോ? എന്താ പറ്റിയേ?
ചെറുതായിട്ടൊന്ന് മുറിഞ്ഞെന്നാ തോന്നുന്നേ. ഷോ മുറിഞ്ഞിട്ടുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങള്. വിരളില മുറിവ്. ഞാൻ ബാൻഡേജ് എടുത്തിട്ട് വരാം. സൂര്യ കാണിച്ചേ. കാണിക്കേ. സാരമില്ല, അത്ര വലിയ മുറിവൊന്നും അല്ല. കഴിക്കും. ആ സ്പൂണൊന്ന് എടുക്കോ. എന്താ പറ്റിയ? കൈ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല ഭാവന, നല്ല വേദനയുണ്ടേ. എന്നാ ഞാൻ എടുത്തുതരാം. അതാ വേണ്ടത്. എന്താ പറഞ്ഞേ? അതാ നല്ലതെന്ന് പറയായിരുന്നു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. എന്നാ സൂര്യ, നമുക്ക് പോയാലോ? ഇപ്പൊ തന്നെ വൈകി. ഇപ്പൊ തന്നെ പോണോ? കുറച്ചുകൂടെ ഇരുന്നിട്ട് പോ. ഇനി മതി. എനിക്കേ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. വാ. എന്തെന്നാ പപ്പേട്ട ഇത്? ഇതുവരെ ഇല്ലാത്ത ഓരോ പുതിയ ശീലങ്ങള്. ഇങ്ങനെ പറഞ്ഞാ മതിയോ? കുറച്ചുകൂടി കരഞ്ഞുകൊണ്ട് വേണം പറയാൻ. അപ്പോഴേ സേതുവിന് ഫീൽ ആവും. ദേ, ഒരിക്കലും ഇതുപോലെ നമ്മൾ അവനെ പറ്റിച്ചതാ, അത് മറക്കണ്ട.
അതൊക്കെ അവരെപ്പോഴേ മറന്നു കാണും. ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. സേതുവേട്ടൻ വാ. വലിച്ചെന്തി പ്രതീക്ഷ പാപ്പേട്ട സേതു വരുന്നുണ്ട്. തുടങ്ങിക്കോ. എന്താ പാപ്പേട്ട ഇത്? ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ശീലങ്ങൾ എന്തിനാ? നീ വേണ്ടത് ഇനി മുതൽ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാൻ പോകുന്നു. ഈശ്വരാ, എന്നാ പിന്നെ എനിക്കൂടെ ഒഴിച്ചതാ. ഞാനും കുടിച്ച് വല്ലയിടത്ത് പോയി കിടക്കട്ടെ. എന്താ വലിച്ചെന്താ ഇങ്ങനെ കുടിക്കുന്നത്? അതെ സേതുവേട്ട, ഞാനത് പറയാത്തത്. ഞങ്ങളാരും പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല. വലിച്ച എന്താ വലിച്ച ഇത്? വലിച്ചെന്തിനാ വലിച്ച ഇങ്ങനെ കുടിക്കുന്നത്? എന്താ വല്യമ്മ ഇത്? വലിച്ചിന് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഇങ്ങനെ മദ്യപിക്കുന്നത് നല്ലതാണോ ആരോഗ്യത്തിന്? നീ കൂടുതലൊന്നും പറയണ്ട സേതു. എല്ലാരും കൂടെ പപ്പേട്ടനെ ഈ ഗതിയിലാക്കിയപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇന്നിത് 2ാമത്തെ ദിവസമാണ് മദ്യപിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ആവും വിധം പറഞ്ഞു നോക്കി, പക്ഷെ കേക്കണ്ടേ? വലിച്ച എന്തിനാ വലിച്ച ഇങ്ങനെ കുടിക്കല്ലേ? വലിച്ച മദ്യം നമ്മളെ നശിപ്പിക്കുന്നതല്ലാതെ ഒരിക്കലും നന്നാക്കാൻ പോകുന്നില്ല. മൂക്കുമുട്ട കുടിച്ചോണ്ട് നടന്നവന്റെ ഉപദേശം ഇവനൊക്കെ ഇത്ര പെട്ടെന്ന് നന്നാവുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീയെങ്കിലും വലിച്ചനോടൊന്ന് പറഞ്ഞോടായിരുന്നോ? ഞാൻ പറഞ്ഞതാ സേതുവേട്ട. അപ്പോ അച്ഛൻ എന്നെ തല്ലാൻ വന്നു. എന്നോട് എന്റെ കാര്യം നോക്കാൻ പറഞ്ഞു. പപ്പേട്ടൻ ഇങ്ങനെ കുടിച്ച് നശിച്ച ഞങ്ങളുടെ കാര്യം എന്താവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അവരവരുടെ കാര്യം സ്വയം നോക്കി അങ്ങ് പോയാ മതി. എനിക്കിനി വയ്യ. എന്റെ മോളുടെ കല്യാണം ഇതുപോലൊന്നും അല്ല ഞാൻ സ്വപ്നം കണ്ടത്. അതിനിങ്ങനെ കുടിച്ചാ പരിഹാരം ഉണ്ടാവോ? ഇല്ലല്ലോ. പരിഹാരം ഉണ്ടാവും ജാനകി. അത്രയും സമയമെങ്കിലും ഇതൊന്നും ഓർക്കാതെ അറിയാതെ ഇങ്ങനെ അങ്ങ് പോവാം. ഇങ്ങനെ മദ്യപിക്കല്ലേ വലിച്ച? ഞാൻ അനുഭവം ഉള്ളതുകൊണ്ടല്ലേ പറയുന്നത്. മദ്യം ഒന്നിനും ഒരിക്കലും ഒരു പരിഹാരമല്ല വലിച്ച. ആര് പറഞ്ഞു സേതു പരിഹാരമില്ലെന്ന്? ഇനിയും മദ്യം ഉപയോഗിച്ച് നിന്നിൽ നിന്നും ഞാൻ ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോവുക. വലിച്ച ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? കേട്ടു സേതു, കേട്ടു. എനിക്കറിയാം എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തിൽ അല്പമെങ്കിലും സ്നേഹമുള്ളത് സേതുവിന് മാത്രമാ. അതുകൊണ്ടല്ലേ ഇവന്റെ മുഖത്ത് നോക്കി ഒന്നും പറയാനും തോന്നാത്തത്. എന്നാലും സേതു, നിങ്ങളുടെ വല്യച്ഛൻ ഞങ്ങളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ ഞങ്ങളെയല്ലേ വഴക്ക് പറയൂ. ഞാനതിന് എന്റെ ചെലവിലാ കുടിക്കുന്നത്, അല്ലാതെ നാട്ടുകാരുടെ അല്ല. ചോദിക്കുന്നവരോട് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ മറുപടി പറഞ്ഞോളാം. വലിച്ച വെല്ലുമ്പം പറയുന്നതിന് കാര്യമുണ്ട്. കുടിക്കരുത് വലിച്ച. ഇല്ല ചെയ്തു, നിന്നെ ഞാൻ കുടിക്കരുതെന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ടുള്ളവനാ. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുക. അവരവരുടെ മനോവിഷമം അവരവർക്കല്ലേ അറിയൂ. അതാ ആണുങ്ങള്. പപ്പേട്ട സേതുവിനെ ഉപദേശിച്ചിരുന്നതല്ലേ, ഇപ്പൊ പപ്പേട്ടനെ ഇവൻ ഉപദേശിക്കുന്നുണ്ടല്ലോ. ഇതിനെയാ തലവിധി എന്ന് പറയുന്നത്. അതെ ജാനകി, ഇതെന്റെ തലവിധി തന്നെയാ. ജീവിതത്തിൽ തോറ്റവനാ ഞാൻ. അതുകൊണ്ട് ഞാൻ ഇനി എന്നും കുടിക്കാൻ തന്നെയാ പോകുന്നത്. എനിക്കറിയാം എന്നെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന്. ഈശ്വര, സേതു ഒരു പാവ ജാനകി. അതുകൊണ്ടാ ഇവനെന്നെ ഉപദേശിക്കുന്നത്.